സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളും മുഖേന നൽകുന്ന ക്ഷയരോഗ മരുന്നിന് കടുത്ത ക്ഷാമമെന്ന് റിപ്പോർട്ടുകൾ. 4 മരുന്നുകൾ ഒന്നിച്ച് മൾട്ടി ഡ്രഗ് തെറാപ്പിയാണ് ക്ഷയരോഗികൾക്ക് നൽകുന്നത്. ഇത് മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമല്ല. ക്ഷയരോഗത്തിന് ആദ്യത്തെ 56 ദിവസത്തെ തീവ്രഘട്ട ചികിത്സയ്ക്ക് ശേഷം 112 ദിവസത്തെ തുടർഘട്ടമാണ് ഉള്ളത്. ഇതിനുശേഷം നടത്തുന്ന പരിശോധനയിൽ രോഗം മാറിയില്ലെങ്കിൽ വീണ്ടും മരുന്ന് നൽകണം. തുടർഘട്ടത്തിലുള്ള മരുന്നിനാണ് കടുത്ത ക്ഷാമം നേരിട്ടത്. ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിലാണ് മരുന്ന് എത്തിച്ചു നൽകുന്നത്. എന്നാൽ ഇപ്പോൾ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും മരുന്നില്ലാത്ത അവസ്ഥ വന്നതോടെ രോഗികളോട് പലയിടത്തും ജില്ലാ ക്ഷയരോഗ ആശുപത്രിയിൽ എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ അവിടെ രോഗികളുടെ തൂക്കത്തിനനുസരിച്ച് ലൂസ് മെഡിസിൻ നൽകുകയാണ് ചെയ്യുന്നത്. 5 ദിവസത്തേക്ക് മാത്രമാണ് ഇങ്ങനെ മരുന്ന് നൽകുന്നത്. മരുന്ന് മുടങ്ങിയാൽ മരുന്നിനെ പ്രതിരോധിക്കുന്ന മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് TB ആയി മാറും. അങ്ങനെ വരുമ്പോൾ രോഗം മാറാൻ കൂടുതൽ കാലം മരുന്ന് കഴിക്കേണ്ടി വരും. സെൻട്രൽ TB ഡിവിഷനിൽ നിന്നാണ് സംസ്ഥാനത്തേക്കുള്ള ക്ഷയരോഗികൾക്കുള്ള മരുന്ന് നൽകിയിരിക്കുന്നത്. മരുന്നിന്റെ കുറവ് 3 മാസം മുൻപ് സെൻട്രൽ TB ഡിവിഷൻ സംസ്ഥാനങ്ങളെ അറിയിച്ചിരുന്നതാണ്. അതേസമയം ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേന 51 ലക്ഷം രൂപ ലഭ്യമാക്കി മരുന്ന് എത്തിച്ചിട്ടുണ്ടെന്നും അടുത്ത ദിവസം ജില്ലകളിലേക്ക് എത്തിക്കുമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി.